സിപിഎമ്മിന്റെ RSS വിരുദ്ധ പ്രചാരണത്തിൽ വിമർശനവുമായി BJP നേതാവ് ഷോൺ ജോർജ്. RSSനെ ഹിന്ദു സന്നദ്ധ സംഘടന എന്ന് വിളിച്ച് EMSനെ തള്ളിപ്പറയുമോ എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. നിയമസഭാ ചോദ്യത്തിനുള്ള EMSന്റെ മറുപടി പുറത്തുവിട്ടാണ് വിമർശനം. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, കഴിഞ്ഞ ദിവസം ഉണ്ടായ RSS വിവാദങ്ങൾക്ക് കൃത്യമായ മറുപടി തന്നെയാണ് ഇപ്പോൾ BJP നേതാവായ ഷോൺ ജോർജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്നത്. അതായത് നേരത്തെ നിയമസഭയിൽ നൽകിയ ഒരു മറുപടിയാണ് EMS RSS എന്ന് പറയുന്നത് ഒരു ഹിന്ദു സന്നദ്ധ സംഘടനയാണ് എന്നുള്ളത്. ഇതിനെ CPM എങ്ങനെ കാണുന്നു? ഒന്നുകിൽ EMSനെ തള്ളിപ്പറയണം, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള മറുപടിയാണ് CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതും വ്യക്തമാക്കണം എന്നാണ് ഷോൺ ജോർജ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? രോഹിണി, അങ്ങനെ തന്നെയാണ്. ഒന്ന്, ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ RSSന് മുകളിൽ പ്രത്യേക നിറം ചാർത്തി തീവ്ര മുസ്ലിം സംഘടനകളുടെയൊക്കെ വോട്ട് ബാങ്ക് സ്വന്തമാക്കാനുള്ളൊരു ശ്രമം CPMന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ കുറച്ച് ദിവസമായി നടക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നിരവധി പ്രചരണങ്ങൾ CPMും CPMന്റെ വിവിധ നേതാക്കളും നടത്തുന്നുണ്ട്. പക്ഷേ BJP നേതാവ് ഷോൺ ജോർജ് ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ CPMന്റെ ഈ ആരോപണങ്ങളുടെ എല്ലാം മുനയൊടിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതിന് അദ്ദേഹം ഉപയോഗിക്കുന്നത് CPMന്റെയും മറ്റ് എല്ലാ ഇടതു പാർട്ടികളുടെയും തലതൊട്ട എന്ന് വിളിക്കാവുന്ന EMSന്റെ ഒരു പഴയ നിയമസഭാ മറുപടി അത് മുന്നിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം EMSന്റെ നിയമസഭാ മറുപടി കൃത്യമായി അതിലുള്ള ചോദ്യം എന്ന് പറയുന്നത് RSS എന്നത് ഒരു രാഷ്ട്രീയ സംഘടനയാണോ അതോ വർഗീയ സംഘടനയാണോ എന്നുള്ളതാണ്. എന്നാൽ ഇത് രണ്ടുമല്ല RSS എന്നാണ് EMS തൻ്റെ മറുപടിയിലൂടെ വ്യക്തമാക്കുന്നത്. കൃത്യമായി EMS പറയുന്നത് RSS എന്ന് പറയുന്നത് ഒരു ഹിന്ദു സന്നദ്ധ സംഘടനയാണ് എന്നുള്ളതാണ്. അതായത് വർഗീയ സംഘടനയുമല്ല, രാഷ്ട്രീയ സംഘടനയുമല്ല, RSS ഒരു ഹിന്ദു സന്നദ്ധ സംഘടനയാണ് എന്നുള്ളതാണ് അദ്ദേഹം കൃത്യമായി വ്യക്തമാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന മറുപടിയും അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഇതാണ് ഷോൺ ജോർജ് ഇപ്പോൾ ഫേസ്ബുക്കിൽ എടുക്കുകയും അതിൽ CPMന്റെ അഭിപ്രായം ചോദിക്കുകയും ചെയ്തിരിക്കുന്നത്. CPM നേതാക്കൾ EMSനെ തള്ളിപ്പറയുമോ എന്നുള്ളൊരു ചോദ്യം കൂടി ചേർത്ത് നിർത്തിയാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിലേറ്റവും ശ്രദ്ധേയമെന്ന് പറയുന്നത് CPM നേതാക്കൾക്ക് തന്നെ ഇതിലൊരു മറുപടി നൽകാൻ കഴിയില്ല എന്നുള്ളതാണ്. അവർ ഈ തീവ്ര മുസ്ലിം സംഘടനകളെയൊക്കെ പ്രീണിപ്പിക്കാൻ ലക്ഷ്യമിട്ടിനി EMSനെ തള്ളിപ്പറയുമോ, അഥവാ EMSനെ തള്ളിപ്പറയുന്നില്ലെങ്കിൽ EMS പറഞ്ഞ രീതിയിൽ RSS എന്ന് പറയുന്നത് ഒരു വർഗീയ സംഘടനയല്ല, ഒരു രാഷ്ട്രീയ സംഘടനയല്ല, അതൊരു ഹിന്ദു സന്നദ്ധ സംഘടനയാണെന്ന EMSന്റെ അഭിപ്രായം അംഗീകരിക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ്. ഇത് രണ്ടിലും ഏത് നിലപാട് CPM നേതാക്കൾ എടുക്കുമെന്നുള്ളതും പ്രസക്തമാണ്. എന്തായാലും ഈ ഷോൺ ജോർജിന്റെ പോസ്റ്റിന് വലിയ പ്രാധാന്യമൊക്കെ ലഭിക്കുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാവുകയും മറ്റുള്ളവരും സമാനമായ ചോദ്യം CPMനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തീവ്ര മുസ്ലിം വോട്ടുകൾ ആകർഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഒരു തിരിച്ചടി കൂടിയായി ഈ ഷോൺ ജോർജിന്റെ മറുപടി വായിച്ചെടുക്കാം എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. രോഹിണി. ശരി, പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.